ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റഡ് ജേർണീസ്. കഴിഞ്ഞ ദിവസം നമ്മൾ മക്ലാരൻ ഫോൾസിൻ്റെ വീഡിയോ ചെയ്ത് ഇങ്ങനെ ഈ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോഴാണ് അത് നിർത്തിയത്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഇവിടെ ചെറി ബേ എന്ന് പറയുന്ന ഒരു വാക്ക് ട്രെയിലുണ്ട്. അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. വൈറോവ നദിയുടെ തീരത്താണിത് സ്ഥിതി ചെയ്യുന്നത്. അതിന് ചുറ്റും ഇങ്ങനെ നടക്കാനുള്ളൊരു വാക്ക് ട്രെയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. ഇവർ ഇതിന് ചുറ്റും, ഈ നദിയുടെ ചുറ്റും ഇങ്ങനെ നമ്മുടെ ചെറി ട്രീസ് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു പാർക്കാണ്. ഇതിൻ്റെ എൻട്രൻസ് കാണാൻ തന്നെ നല്ലൊരു പ്രത്യേക ആംബിയൻസ് ഒക്കെ ആയിരുന്നു. എവിടെ വെച്ചാലും ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന കുറേ ഫ്രെയിംസൊക്കെ ഇവിടെയുണ്ട്. ന്യൂസിലാൻഡിലെ ടൗറാങ്ക എന്ന സ്ഥലത്താണ് ഈ മക്ലാരൻ ഫോൾസ് പാർക്കും ചെറി ബേയും എല്ലാം കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഫ്രീ പാർക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ എൻട്രൻസിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. ഇത് അവിടെ ഒരു മരത്തിൻ്റെ ചെയറുണ്ട്. അതായത് ഒരു മരം പോയിട്ട് അതിനെ നമ്മളിവിടെ ഒരു ചെയറാക്കി മാറ്റിയിരിക്കുകയാണ്. ഞാനതിനകത്തിരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഈ റിവറിൻ്റെ ക്രോസ് ചെയ്ത ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് കുറേ അധികം നടക്കാനുണ്ട്. ഈ വരുന്ന ഹിറ്റ്ലർ മാധവൻകുട്ടിയാണെന്ന് തോന്നുന്നു ഇവരുടെ എല്ലാവരുടെയും ഒരു സംരക്ഷകൻ. നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നു. അവനിങ്ങനെ അവിടെ ചിക്കി ചടഞ്ഞൊക്കെ നടക്കുകയാണ്. ഈ റിവറിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഒരു ചെയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തല്ലായിരുന്നു വരേണ്ടതെന്ന് തോന്നി. കാരണം ആ ചെറി ഫ്ലവർ ബ്ലോസം ഉണ്ടാകുന്ന സമയത്ത് വന്നിരുന്നെങ്കിൽ അതിമനോഹരമായ കാഴ്ചയാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം അതിങ്ങനെ ഈ നദിയിലേക്ക് ഇങ്ങനെ ആ ചെടിയുടെ പൂവിൻ്റെ റിഫ്ലക്ഷനൊക്കെ വന്ന് നല്ല അടിപൊളി സീനായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് ബ്ലാക്ക് സ്വാനാണ്. ഇത് കണ്ടത് കഴുത്ത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് മുഴുവൻ ഇങ്ങനെ ഇട്ടിട്ട് മീൻ പിടിക്കുന്നതാണ്. നമ്മളിങ്ങനെ നടന്നത് ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല രസമുള്ള ഒരു മരവും അതിൻ്റെ തണലും അതേപോലെ അതിൻ്റെ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിട്ട് തോന്നി. ഈ ഇലകളൊക്കെ നിൽക്കുന്നതാണ് ഇങ്ങനെ വിസ്തരിച്ചിങ്ങനെ നിൽക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഇതേപോലെ ഒരു ചെയറും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. കാരണം ഇത് ഫുള്ള് നടക്കാൻ പറ്റില്ലായിരുന്നു. ഒന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു, കുറേ അധികം നടക്കാനുണ്ടായിരുന്നു. അത് കാരണം പോയില്ല. നമ്മൾ തിരിച്ചു പോന്നപ്പോഴും നമ്മുടെ ഹിറ്റ്ലർ മാധവൻകുട്ടി അവിടെ കിടന്ന് വിലസുന്നുണ്ട്. അവനോടൊക്കെ ബൈ പറഞ്ഞ് അവൻ്റെ സുഹൃത്തുക്കളോടും പെങ്ങന്മാരോടൊക്കെ താങ്ക് യു ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു. ഈ സ്വാൻ്റെ കുഞ്ഞാണിത്, വെളുത്ത അത്.
എക്സിറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്ന കുറേയധികം കാഴ്ചകളാണിത്. എന്തോരു മരങ്ങളാണെന്ന് നോക്കിയേ, നല്ല തളിര ഇലകളും. നമ്മൾ പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ നോട്ട്ബുക്കിൻ്റെ കവറിലൊക്കെ ഇതുപോലത്തെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും വിചാരിച്ചിട്ടില്ല ഇതൊന്നും നേരിട്ട് കാണാൻ സാധിക്കുമെന്ന്. അത്രയും ഭംഗിയാണ് ഇത് കാണാനായിട്ട്, സീനറീസ് എല്ലാം. മക്ലാരൻ ഫാൾസിൻ്റെ എൻട്രൻസിൽ തന്നെ ഇൻഫർമേഷൻ സെൻ്ററൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് കഴിയുമ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ആദ്യമായി ചാനൽ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.